ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിളിൻ്റെ ഐഫോണും അതേപോലെ സാംസങ്ങും കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നത് റെഡ്മി നോട്ട് സീരീസ് ആയിരിക്കും. ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ഫോണാണ് റെഡ്മിയുടെ നോട്ട് സീരീസ് എന്ന് പറയുന്നത്. റെഡ്മി നോട്ട് സീരീസിൽ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് റെഡ്മി നോട്ട് 10 സീരീസ് ആയിരുന്നു. റെഡ്മി നോട്ട് 10 അതേപോലെ 10 പ്രോ മാക്സ് ഇങ്ങനെ 3 ഫോണുകളായിരുന്നു അവസാനമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ റെഡ്മിയുടെ നോട്ട് 11 സീരീസ് ചൈനയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ നമ്മുടെ ഇന്ത്യയിലും 11 സീരീസ് ലോഞ്ച് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു 11 സീരീസിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് പ്രധാനപ്പെട്ട സവിശേഷതകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നൽകുന്നത്. അപ്പോൾ റെഡ്മി നോട്ട് 11 സീരീസിൻ്റെ പ്രത്യേകതകൾ പറയുന്നതിന് മുൻപായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്നെ കാണുന്ന ആളുകളോട്, നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ വീഡിയോ നിങ്ങൾ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്കോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും ഒന്നിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ റെഡ്മി നോട്ട് 11 സീരീസിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പെർഫോമൻസ് സൈഡ് തന്നെയാണ്. അപ്പോൾ 11 സീരീസിലുള്ള 3 ഫോണുകളാണ് വരുന്നത്. റെഡ്മി നോട്ട് 11, റെഡ്മി നോട്ട് 11 പ്രോ, അതേപോലെ തന്നെ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ്. അപ്പോൾ റെഡ്മി നോട്ട് 11 കരുത്ത് പകരാനായിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡയമൻസിറ്റി 810 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസിൽ യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. റെഡ്മി നോട്ട് 10 നമുക്ക് ലഭിച്ചിരുന്നത് AMOLED ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ റെഡ്മി നോട്ട് 11 വരുമ്പോൾ അത് 90 ഹെർട്സിൻ്റെ IPS ഡിസ്പ്ലേ മാത്രമാണ് ലഭിക്കുന്നത്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഒരേ പെർഫോമൻസ് ആണ് രണ്ട് ഡിസ്പ്ലേകളും കാഴ്ചവെക്കുന്നത്. പിന്നെ ഇതുവരെ റെഡ്മി നോട്ട് സീരീസിൽ ഇറക്കിയിട്ടുള്ള ഒരു കർവ്ഡ് ഡിസൈൻ അല്ല ഈ ഒരു ഫോണിന് വരുന്നത്. റെഡ്മി നോട്ട് 11 വരുമ്പോൾ അതൊരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. ഐഫോണിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ ഈ ഒരു റെഡ്മി നോട്ട് 11 അവർ നൽകിയിരിക്കുന്നത്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ നൽകിയ അതേ ക്യാമറ തന്നെയാണ് റെഡ്മി നോട്ട് 11 പ്രോ പ്ലസിൽ നൽകിയിരിക്കുന്നത്. അതായത് 108 മെഗാ പിക്സലിൻ്റെ സെയിം ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോണിലും അവർ നൽകിയിരിക്കുന്നത്. ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ചാർജിങ് സൈഡിലേക്ക് വരുമ്പോൾ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസിൽ 120 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റെഡ്മി 11 പ്രോയിലും 11 പ്രോ പ്ലസിലും ലഭിക്കുന്നത് AMOLED ഡിസ്പ്ലേ തന്നെയാണ്. റെഡ്മി 11 മാത്രമാണ് IPS 90 ഹെർട്സ് ഡിസ്പ്ലേ ലഭിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റെഡ്മി നോട്ട് 10 സീരീസും 11 സീരീസും തമ്മിൽ കാതലായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് 5Gയിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ ഡയമൻസിറ്റി 5G പ്രോസസ്സർ ആണ് 11 ലഭിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും നമ്മൾ റെഡ്മി നോട്ട് 10 അപേക്ഷിച്ച് നോക്കുമ്പോൾ കാതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഡിസൈൻ വൈസ് നല്ലൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എത്ര വരും ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്നുള്ളത് നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം. ഞാനിത് പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് 18,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും. ഒരു 25,000 റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് ലഭിക്കുക എന്നുള്ളതാണ്. ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എത്ര പ്രൈസിലാണ് ഈ ഒരു ഫോണുകൾ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയുമായി ഗുഡ് ബൈ.